ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ കടുവയിറങ്ങി തോട്ടം തൊഴിലാളിയായ നാരായണന്റെ വളർത്തുമൃഗങ്ങളെ കൊന്നു. വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധിക്കുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയാണ് ഇത് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാഹുൽ വിജയൻ അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. രാഹുൽ, ഗുഡ് മോർണിംഗ്. അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, കഴിഞ്ഞ ദിവസം പിടികൂടാനിരുന്ന ആ കടുവ തന്നെയാണ് ഇതെന്ന് സ്ഥിരീകരിക്കുമ്പോൾ അത് അവശനിലയിലാണ്, അതിന് കാലിന് പരുക്കുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇന്നലെ പുറത്തുവിട്ടത്. പക്ഷേ അത്ര അവശനല്ല എന്നാണോ കരുതേണ്ടത്? കാരണം വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, ഇതുപോലെ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നു. അപ്പം ആള് ആരോഗ്യവാനാണ് എന്നാണോ? പ്രജിൻ, അങ്ങനെ തന്നെയാണ്. കാരണം ഒരു പിടുത്തവും കിട്ടുന്നില്ല കടുവയെ നിന്റെ കാര്യമെന്ന് പറഞ്ഞ പോലെയാണ്. കഴിഞ്ഞ ദിവസം വലിയ അവശതയോടുകൂടി കാല് ഞൊണ്ടി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഒരു ദിവസം 24 മണിക്കൂർ കിടന്ന കടുവ ഇന്ന് ഏകദേശം 5 കിലോമീറ്റർ അപ്പുറം മാറിയുള്ള ഗ്രാമ്പിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറം മാറിയുള്ള അരണക്കല്ലിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ വന്നൊരു പശുവിനെയും പട്ടിയെയും പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പശു ചത്തു, പട്ടിയും ചത്തു. രാത്രി പുലർച്ചെ 2:30 കൂടിയാണ് ഈ കടുവ ഈ അരണക്കൽ മേഖലയിലേക്ക് എത്തുന്നത്. നാരായണൻ എന്ന് പറയുന്ന ആളുടെ വീടിന്റെ പരിസരത്ത് എത്തുകയും ഈ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ ആക്രമിക്കുകയും ചെയ്തത്. ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ നാരായണൻ വീടിനകത്ത് ജനലിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവ തന്നെയാണ് എന്നുള്ളത് ഇവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ആശങ്ക ഈ നാട്ടുകാർക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി ഈ പ്രദേശത്ത് കൂട് ഉൾപ്പെടെ സ്ഥാപിച്ചേക്കും. മാത്രമല്ല ഈ കടുവയെ മയക്കൂടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവുള്ളതാണ്. അങ്ങനെയെങ്കിൽ വനംവകുപ്പിന് തക്കതായിട്ടുള്ള ഒരു മേഖലയിൽ ഈ കടുവയെ കാണുകയാണ് എങ്കിൽ എല്ലാ സാഹചര്യം അനുകൂലമാണ് എങ്കിൽ ഇന്ന് മയക്കൂടി വെക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാട്ടുകാരുടെ ആശങ്ക അതങ്ങനെ കൂടിക്കൂടി വരുന്നു. ഇനിയിപ്പോൾ അടുത്ത നടപടി വനംവകുപ്പിന്റെ എന്താണ് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടത്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗ്രാമ്പിയിലെ കടുവ ഇന്നലെ കൂട്ടിലാവേണ്ടതായിരുന്നു. അതിനുള്ള മയക്കുവെടി വെക്കലും ദൗത്യവും ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. പക്ഷെ അപ്പോഴാണ് വീണ്ടും അത് അക്രമകാരിയായി മാറുന്നത് എന്നുള്ളത്.